പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കഞ്ചാവ് കടത്തിനുള്ള പ്രധാന കവാടമാകുന്നു. കഴിഞ്ഞ വർഷം 90 കേസുകളിലായി 145 കിലോ കഞ്ചാവാണ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ കടത്താൻ ശ്രമിച്ചത്. ബസ്സുകളിലാണ് പ്രധാനമായും കഞ്ചാവ് കടത്തുന്നത്. പാലക്കാട്ടെ ഗോവിന്ദാപുരം, ഗോപാലപുരം, വാളയാർ തുടങ്ങിയ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കഞ്ചാവ് കടത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരുന്ന ബസ്സുകളിലാണ് കഞ്ചാവ് കടത്ത്. 2014 56 കേസുകളിലായി 112 കിലോ കഞ്ചാവാണ് പാലക്കാട് ജില്ലയിൽ നിന്നും പിടികൂടിയതെങ്കിൽ 2015 90 കേസുകളിലായി 145 കിലോ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതായാണ് എക്സൈസ് വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഡിസംബറിൽ മാത്രം 19 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 29 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. എന്നാൽ ഇതിന്റെ 4 ഇരട്ടി കഞ്ചാവ് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് സംസ്ഥാനത്തേക്ക് കടത്തിയതായാണ് എക്സൈസിന്റെ നിഗമനം. ബസ്സുകളാണ് കഞ്ചാവ് കടത്താനായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ട്രെയിനുകളിലും ചെറിയ വാഹനങ്ങളിലും കഞ്ചാവ് കടത്തുന്നത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ ജില്ലകളിലേക്കാണ് കഞ്ചാവ് എത്തിക്കുന്നതെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കുന്നു. ഒഡീഷ, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവരുന്നതെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി. ഒഡീഷയാണ് പ്രധാന കേന്ദ്രം. ഇവിടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കഞ്ചാവ് തമിഴ്നാട്ടിലെ മധുര, പഴനി, ദിണ്ടിഗൽ, കമ്പം എന്നിവിടങ്ങളിലെത്തിച്ച് അവിടെ നിന്നും ബസ്സുകളിലും മറ്റുമായാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്നും എക്സൈസ് അധികൃതർ വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ, പാലക്കാട്.